ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹെക്സ് ഇൻസൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോമ്പ് തുറ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് എൻ്റെ ഏൻ്റിൻ്റെ വീട്ടിലാണ് നോമ്പ് തുറ, ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു സ്നാക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഷവർമ്മ പോള. അതായത് ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പാക്കൊക്കെ ചെയ്തിട്ട് ഒരു 5:20 ഒക്കെ ആയപ്പോൾ ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാനും ഉമ്മയും സിസ്റ്റേഴ്സും പിന്നെ ബാബിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതായത് എൻ്റെ കാർണോറ വൈഫ്. അവരെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ നോമ്പാണ് അവരുടെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകാനേ തോന്നില്ല. അതായത് നല്ല ചൂടാണ്. വീട്ടിലിരിക്കുമ്പോൾ തന്നെ നല്ലോണം ടയർഡാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉമ്മാൻ്റെ സിസ്റ്റർ അത്രയും സ്നേഹത്തിൽ വിളിക്കുമ്പോൾ എന്തായാലും പോകണ്ടല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. പിന്നെ ബ്രദർ ഇന്ന് വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടായിട്ടില്ല പോകുന്ന സമയത്തൊന്നും. അല്ലെങ്കിൽ കാറിലോ അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ വെറുതെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. പിന്നെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ ഇതാ കയറി അവർ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു നമ്മൾ കയറിയപ്പോൾ തന്നെ. ഇത് ഏൻ്റിൻ്റെ മോനാണ് കേട്ടോ. അതായത് എൻ്റെ കസിൻ ബ്രദർ. അവന് പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എന്തായാലും ഞാൻ നോമ്പ് തുറക്കുണ്ടാവില്ല, ഞാൻ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട തിരക്കിലൊക്കെ ആയി ഷവർമ്മ പോളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഏൻ്റിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഏൻ്റിൻ്റെ ഹൗസ് വാമിങ്ങിനും അതുപോലെ തന്നെ എൻ്റെ കാർണോറ മാരേജും ഒക്കെ നമ്മൾ ഒമാനിൽ പോയ ടൈമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നല്ലോണം മിസ്സായിട്ടുണ്ടായിരുന്നു അവിടെ പോയ സമയത്ത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് മന്തിയാണ് കേട്ടോ. അപ്പോൾ അത് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി, അതായത് ഊതുത്തിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇത്താത്തയാണ് കേട്ടോ. ഇത് ഉമ്മാൻ്റെ വേറൊരു സിസ്റ്ററാണ്. അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതുകയാണ്. ഇതവിടെയുള്ള ഞാൻ നേരത്തെ കാണിച്ചില്ല കസിൻ ബ്രദർ. അവനിക്ക് ഇങ്ങനത്തെ പെറ്റ്സ്, അതായത് ഈ ലവ് ബേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫിഷൊക്കെ അവൻ്റെതാണ് ഇതൊക്കെ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാബി ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിലേക്ക് പോയപ്പോൾ മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ മന്തി കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ബിരിയാണിയൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം ഓക്കെയാണ്. പക്ഷെ മന്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇതുവരെ പോയിട്ടില്ല. കാണുമ്പോൾ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഈസി ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഇൻഷാ അല്ലാ ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്നുണ്ട്. പിന്നെ ചായയൊക്കെ സൈഡിൽ നിന്ന് റെഡി ആകുന്നുണ്ട്. ഉമ്മാമ അത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടേബിളും ചെയറൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. നോമ്പ് തുറൻ്റെ ടൈം ആവാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്ന ഒരു നോമ്പ് തുറ അത് വേറെ തന്നെ ഒരു വൈബാണ് അല്ലേ. എന്താ പറയുക, എല്ലാവരും നല്ല ഹാപ്പിയായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ നോമ്പ് തുറ. പിന്നെ ഓരോന്നായിട്ട് ടേബിളിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇങ്ങനെയുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുമിച്ചിട്ടുണ്ടാകുന്നത്, ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീട് എങ്ങനെ 2 വീടാന്നൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. നല്ല രീതിക്ക് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അവരെ കാര്യം അവർ നല്ല രീതിക്ക് സെറ്റാക്കുന്നുണ്ട്. കളിച്ചിട്ടും എന്താ പറയുക, ഓടി കളിച്ചിട്ടും ഒക്കെ ആ വീട് അടിച്ചു പൊളിക്കുന്നുണ്ട് അവരെല്ലാവരും കൂടിയിട്ട്. പിന്നെ നമുക്ക് കസിൻസിനൊക്കെ എന്താ പറയുക, നല്ല രസമാണ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ വൈബാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ സിസ്റ്ററില്ലേ, ഉമ്മാൻ്റെ ഇളയ സിസ്റ്റർ മോളാണ് കേട്ടോ എൻ്റെ സൈഡിൽ നിൽക്കുന്നത്. ഇപ്പോൾ നോമ്പ് തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അപ്പോഴേക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയൊക്കെ കഴുകി നോമ്പ് തുറക്കാനുള്ള പരിപാടിയായിട്ടാണ്. സ്നാക്സും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതായത് ക്യാരറ്റ് പോള, കണ്ണപ്പം, ഷവർമ്മ പോള, അങ്ങനെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഇപ്പം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫസ്റ്റൊക്കെ എല്ലാം കഴിക്കണം എന്ന് തോന്നും. പക്ഷേ നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഫുൾ വയറ് സെറ്റാവും. പിന്നെ എന്തെങ്കിലും 2-3 സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിക്കാനും പറ്റുള്ളൂ. പിന്നെ കുറേ കാണുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ പിന്നെ എല്ലാവരും നോമ്പൊക്കെ തുറന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഏൻ്റിൻ്റെ ഹസ്ബൻഡ്, അതായത് കുഞ്ഞലിയ. അപ്പോൾ കുഞ്ഞലിയ ഉണ്ടായ സമയത്ത് നമുക്ക് ഇവിടെ പരിപാടിയൊന്നും അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇൻഷാ അല്ലാ കുഞ്ഞലിയ വന്നിട്ട് നമ്മളൊന്ന് കൂടുന്നുണ്ട്. പിന്നെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടാക്കാണ് കേട്ടോ എല്ലാവരും.
നമ്മൾ നോമ്പ് തുറക്കുന്നവരെയുള്ള ആ സമയത്തിനേക്കാളും ക്ഷീണമായിരിക്കും നമ്മൾ ഈ നോമ്പ് തുറന്നതിന് ശേഷമുള്ളത്. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓരോ റൂമിൽ സൈഡായിട്ടുണ്ടാവും. പിന്നെ ഇതാ ടേബിളൊക്കെ ഒന്ന് തുടച്ചു അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കലാണ് നെക്സ്റ്റ് പരിപാടി. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടു. അപ്പോഴേക്ക് യാസീന് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് എനിക്കൊരു ചെറിയ ക്യാൻഡിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മെല്ലെ നിസ്കരിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പപ്പ എത്തിയത്. അതായത് പപ്പ ഡയറക്റ്റ് കോഴിക്കോട് നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു നോമ്പ് തുറൻ്റെ ടൈമിൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പപ്പക്ക് ഫുഡൊക്കെ കൊടുക്കലായി. ഉമ്മാമ മന്തിയും സ്നാക്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് വ്ളോഗും പിന്നെ ഒരു നോമ്പ് തുറ വ്ളോഗൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ഡെയിലി നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുടുംബ വീട്ടിലൊക്കെ പോയി എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരിക്കുക, കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുക, ഇതൊക്കെ വേറെ തന്നെ ഒരു വൈബല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണമല്ലേ. എന്നാൽ എന്താ പറയുക, എല്ലാവരും ആ ഒരു കുടുംബ ബന്ധം എപ്പോഴും നിലനിൽക്കുന്നൊക്കെ പറയുന്നതൊക്കെ ഒരുമിച്ച് ഫുഡ് കഴിച്ചാലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ വേറൊരു തന്നെ ഒരു രസം. പിന്നെ ഇതാ പിള്ളേരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് എല്ലാവരും. ആദ്യം വിചാരിച്ചു നമുക്ക് സോഫയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാം. പിന്നെ എല്ലാവരും ടേബിളിൽ തന്നെ ലാസ്റ്റ് എത്തി. പിന്നെ ഇതാ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സ്നാക്സ് കഴിച്ചുകൊണ്ട് തന്നെ മന്തി തീരെ എന്താ പറയുക കഴിക്കാൻ പറ്റുന്നേ ഇല്ല. കാരണം പെട്ടെന്ന് തന്നെ വയറ് ഫുള്ളാവുന്നുണ്ട് സ്നാക്സ് കഴിക്കുമ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് എന്തായിരുന്നു ഡിന്നറും കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മളൊരു 10-10:30 ഒക്കെ ആവും ഫുഡ് സ്നാക്സ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് എന്തായാലും വീട്ടിലേക്ക് ഇറങ്ങണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് അവൾക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാട്ടാ. ഞാൻ അവൾ ഒഴിച്ച പാടന്നെ ഞാനെടുത്ത് കുടിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു സീനാണ് കേട്ടോ അത്. പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി. പിന്നെ വിചാരിച്ചു മേലെ ടെറസിലൊന്ന് പോയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ. അവിടെ ടെറസിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ പോയിട്ടിരിക്കാനൊക്കെ. പിന്നെ അവിടെ ആ ഒരു വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇതുണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു. അവിടെ നിറച്ചും മാങ്ങയും ഉണ്ട്. അപ്പം വെറുതെ അവർക്ക് 2 മാങ്ങ തട്ടിയിട്ട് കൊടുക്കാമല്ലോ, കാണുമ്പോൾ ഒരു രസം. അങ്ങനെ പോയിട്ട് തട്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ മെല്ലെ അവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നേരെ വീട്ടിലേക്ക് പോകാൻ തന്നെയായിരുന്നു കേട്ടോ പ്ലാന്. പിന്നെ ബേബിൻ്റെ ഒരു മരുന്നും അങ്ങനെ എന്തോ 2-3 സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം നേരെ വിചാരിച്ചു തലശ്ശേരിക്ക് പോകാമെന്ന്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങനെ തലശ്ശേരിയിലേക്ക് പോയി. എനിക്ക് ഈ നൈറ്റ് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഡേ ടൈം പോകുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം നൈറ്റ് പോകുന്നതാണ്. അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മളെപ്പോഴും വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അധികവും പുറത്തൊക്കെ പോകണമെങ്കിൽ ഈ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അധികവും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വൈബല്ലേ രാത്രി ഇങ്ങനെ പോകാനൊക്കെ. പപ്പ പിന്നെ നേരെ മെഡിക്കൽ ഷോപ്പ് കയറിയിട്ട് ബേബിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ തലശ്ശേരിയൊക്കെ നല്ല രീതിയിൽ മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കല്യാണ വീടൊക്കെ പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ തലശ്ശേരി അത്രയും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ. നമ്മളെ നാട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേറെ തന്നെ ഒരു ഫീലിംഗ് അല്ലേ. തലശ്ശേരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വികാരമാണ് നമുക്ക്. പിന്നെ ഇതാ നമ്മൾ തലശ്ശേരി പപ്പ അധികവും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പപ്പ എപ്പോഴും പോകുന്ന ഒരു ഷോപ്പുണ്ട്. പപ്പൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പം എപ്പോഴും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തലശ്ശേരി നമ്മൾ ഈ ഒരു റൂട്ട് പോകുമ്പോൾ പപ്പ എപ്പോഴും അവിടെ ഇറങ്ങിയിട്ട് ആ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ പിന്നെ വരുള്ളൂ. പപ്പൻ്റെ ഫ്രണ്ട് സർക്കിൾ കുറച്ചൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ ഒരു ഫ്രണ്ടായിട്ട് എനിക്കങ്ങനെ ഡയറക്റ്റ് ഞാൻ സംസാരിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും പപ്പ കയറി സംസാരിക്കും. ഇവർ നല്ല ബോണ്ടാണ് ഇവർ രണ്ടാളും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. കാരണം അവർ നല്ലതാണെങ്കിൽ നമുക്കും ഓട്ടോമാറ്റിക്കലി നല്ലതാവാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് വരും. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ ഇതാ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകാനായിരുന്നു പിന്നെയും പ്ലാന്. പക്ഷേ എൻ്റെ സിസ്റ്റർ നല്ല വാശി ഫ്രൂട്ട് ഐസ് പോയിട്ട് എന്തെങ്കിലും ഐസ് കാര്യങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പപ്പ നേരെ വണ്ടി തിരിച്ച് പിന്നെയും ഫ്രൂട്ട് ഐസിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ പോയി അവിടുന്ന് കുറച്ച് ഐസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ടെൻഡർ കോക്കനട്ടിൻ്റെയും പിന്നെ സ്പാനിഷ് ഡിലൈറ്റിൻ്റെയും ഐസായിരുന്നു വാങ്ങിച്ചത്. എനിക്കും ബാബിക്കും സ്പാനിഷ് ഡിലൈറ്റ് നമ്മൾ ചൂസ് ചെയ്തത്. ബാക്കി ഇളനീരും ഇവരൊക്കെ കഴിച്ചു.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട് ഐസില്ല, പിന്നെ ഒന്നും പറയാനില്ല, സംഭവം സെറ്റാണ്. പിന്നെ അതൊക്കെ കഴിച്ചു. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയി ഫോളോ ചെയ്യുക. മെഹക്സ് ഇൻസൈറ്റ്സ് തന്നെയാണ് കേട്ടോ അക്കൗണ്ട് നെയിം. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ പ്രസ് ചെയ്യുക. അടുത്ത് തന്നെ ഇതിൻ്റെ പർച്ചേസിങ് വീഡിയോയും പിന്നെ ഒരു നോമ്പ് തുറ വീഡിയോയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ മിസ മെഹക് ഫ്രം മെഹക്സ് ഇൻസൈറ്റ്സ്. താങ്ക് യു. ബൈ.